Hello everyone, welcome back to our YouTube channel MJ and PJ Commerce Classes. +1 എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനേഷൻ, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്നീ ടോപ്പിക്കുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. So our first topic, statistics in economics. എക്കണോമിക്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു എക്കണോമിക് പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിച്ചു. അതായത് റിസോഴ്സസ് സ്കേഴ്സ് ആയിരിക്കുകയും അതിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത്തരം എക്കണോമിക് പ്രോബ്ലംസ് സാധാരണയായി നമ്മൾ നമ്പേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ മീനിങ് ഫുള്ളും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമാകും. ഇങ്ങനെ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്ത എക്കണോമിക് ഫാക്ട്സിനെ നമ്മൾ ഡേറ്റ എന്ന് വിളിക്കുന്നു. എന്താണ് ഡേറ്റ? നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്ത എക്കണോമിക് ഫാക്ട്സിനെയാണ് എക്കണോമിക്സിൽ ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ എക്കണോമിക് പ്രോബ്ലംസിനെ കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ എക്കണോമിക് പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കാനും അതിന്റെ കാരണം മനസ്സിലാക്കാനുമാണ് നമ്മൾ എക്കണോമിക് ഡാറ്റ റിലേറ്റഡ് ടു എക്കണോമിക് പ്രോബ്ലം കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പോവർട്ടിയുടെ തീവ്രത എന്ന എക്കണോമിക് പ്രോബ്ലത്തിനെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അൺഎംപ്ലോയ്മെന്റ്, ലോ പ്രൊഡക്ടിവിറ്റി, ടെക്നോളജി ബാക്ക്വേർഡ്നെസ്, ഇതെല്ലാം പോവർട്ടിക്ക് കാരണമായ ഫാക്ടേഴ്സാണ്. എന്നാൽ വെറുതെ എങ്ങനെ അനാലിസിസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യവുമില്ല. ഈ എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എക്കണോമിക്സിൽ ഇത്തരത്തിലുള്ള എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മെഷേഴ്സിനെ നമ്മൾ പോളിസീസ് എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു എക്കണോമിക് പ്രോബ്ലം അനലൈസ് ചെയ്യണമെങ്കിൽ അതിന് കാരണമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കേണ്ടതും അതിനുശേഷം അത് സോൾവ് ചെയ്യാനുള്ള പോളിസീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹായത്തോടെ ഇത് കൂടുതൽ മീനിങ് ഫുള്ളായും ഇഫക്റ്റീവായും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് എക്കണോമിക് പ്രോബ്ലംസ് നമ്പേഴ്സിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ അനാലിസിസ് എളുപ്പമാവുകയും പോളിസി ഫോർമുലേഷൻ പോസിബിൾ ആവുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് വെരി മച്ച് ഹെൽപ്ഫുൾ ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും എക്സ്പ്രസ് ചെയ്യാം. പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഡേറ്റ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് പ്ലൂറൽ സെൻസിൽ അർത്ഥമാക്കുന്നത്. ഇൻ സിംഗുലർ സെൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ദ സയൻസ് ഓഫ് കളക്ടിങ്, ക്ലാസിഫൈങ് ആൻഡ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട്. സിംഗുലർ സെൻസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയും ക്ലാസിഫൈ ചെയ്യുന്നതിനെയും സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നതിനെയാണ് സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കണ്ടു പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ എന്നാണെന്ന്. ഇവിടെ ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ട്സിനെയാണ് ഇവിടെ ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then what is the difference between qualitative data and quantitative data? Qualitative data means those data which we cannot express in numbers. അതായത് നമുക്ക് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില ഡാറ്റ ഉണ്ട്. അങ്ങനെയുള്ള ഡാറ്റകളെയാണ് നമ്മൾ എന്ത് പറയുക? ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഓൺലി, വി കനോട്ട് എക്സ്പ്രസ് ഇൻ നമ്പേഴ്സ്. സോ അതൊരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആണ്. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മീൻസ് ദോസ് ഡാറ്റ വിച്ച് വി ക്യാൻ എക്സ്പ്രസ് ഇൻ നമ്പേഴ്സ്. എന്താണ് എക്സാമ്പിൾ? ഇൻകം ഓഫ് പീപ്പിൾ, ഡെഫിനറ്റ്ലി വി ക്യാൻ എക്സ്പ്രസ് ഇൻ നമ്പേഴ്സ്. ദെൻ ടാക്സ്, ദെൻ പ്രൈസസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, ഓൾ ദീസ് ഡാറ്റ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. സോ ഇതിനൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് നമുക്ക് എക്കണോമിക്സിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാം. Production of rice has increased from 40 million ton in 2010-11
to 50 million ton in 2020-21. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. അതായത് 2010 ലെവലിൽ പ്രൊഡക്ഷൻ ഓഫ് റൈസ് 40 മില്യൺ ടൺ ആയിരുന്നു. അത് 2020-21 ആയപ്പം 50 മില്യൺ ടൺ ആയിട്ട് ഇൻക്രീസ് ആയി. ഇവിടെ ഈ 40 മില്യൺ 50 മില്യൺ ഒക്കെ നമ്മൾ നമ്പേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്തത്. അതുകൊണ്ട് ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ഇത് കൂടാതെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും നമ്മൾ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇത്തരം ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പോലെ വളരെ പ്രധാനപ്പെട്ടതും അത്തരം ഡാറ്റകൾ ഒരു ഗ്രൂപ്പിന്റെയോ ആളുകളുടെയോ പ്രത്യേകതകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിവുള്ളതോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു യൂസ് ഡാറ്റ റിലേറ്റഡ് ടു ജെൻഡർ, then skilled, unskilled, highly skilled, healthy, sick or more healthy, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. പക്ഷെ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പോലെ തന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ കണ്ടു സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ് മീൻസ് കളക്ടിങ്, ക്ലാസിഫൈയിങ് ആൻഡ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട് എന്നത്. ഇതൊന്നുകൂടി വിശദമായി പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഡാറ്റ കളക്ട് ചെയ്യുക എന്ന പ്രോസസ്സാണ്. അതിനുശേഷം ഈ ഡാറ്റ അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യും. അടുത്തതായി നമ്മൾ എന്ത് ചെയ്യും? ഈ ഓർഗനൈസ് അല്ലെ ക്ലാസിഫൈഡ് ഡാറ്റയെ നമ്മൾ പ്രസന്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ടേബിൾസ്, ഡയഗ്രംസ്, ഗ്രാഫ് ഒക്കെ ആയിട്ട്. അതിനുശേഷം പലതരം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് ഈ ഡാറ്റയെ നമ്മൾ സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കും. സമ്മറൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കളക്ട് ചെയ്ത ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിലെത്താൻ സാധിക്കുന്നു. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ സ്റ്റെപ്പുകളെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റേജസ് അല്ലെ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഓരോ സ്റ്റെപ്സും നമ്മൾ ഓരോ ചാപ്റ്ററായി ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. കളക്ഷൻ ഒരു ചാപ്റ്ററാണ്, ഓർഗനൈസിങ് ആൻഡ് ക്ലാസിഫൈയിങ് വേറൊരു ചാപ്റ്ററാണ്, പ്രസന്റേഷൻ അനദർ ചാപ്റ്റർ. അങ്ങനെ നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് ഓർ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ ഇതിനെ പറയാം. എക്കണോമിക്സിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ കണ്ടു. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹായത്തോടെ ഒരു എക്കണോമിക് പ്രോബ്ലത്തിന്റെ കാരണം കണ്ടുപിടിക്കാനും അത് ഓവർകം ചെയ്യാനുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വിശദമായി നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്. ഏതൊരു എക്കണോമിക് പ്രോബ്ലം ആണെങ്കിലും എക്കണോമിസ്റ്റ് ആദ്യം എന്താ ചെയ്യുക? അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനായി സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നമ്മളെ അല്ലെങ്കിൽ എക്കണോമിസ്റ്റിനെ വളരെ സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അൺഎംപ്ലോയ്മെന്റ് എന്ന എക്കണോമിക് പ്രോബ്ലം ആണ് എക്കണോമിസ്റ്റ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആദ്യമായി അത് എക്കണോമിസ്റ്റ് എന്ത് ചെയ്യും? അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക. അതായത് 20% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ അൺഎംപ്ലോയിഡ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എക്കണോമിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കും. അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ് അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നതിലും എത്രയോ മീനിങ് ആണ് അൺഎംപ്ലോയ്മെന്റ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഫിഗറിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. 20% അൺഎംപ്ലോയിഡ് ആണെന്ന് പറയുമ്പോൾ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവ്സ് മോർ ഇൻഫർമേഷൻ. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഹെൽപ്സ് ഇൻ കണ്ടൻസിങ് മാസ് ഡാറ്റ ഇൻടു എ ഫ്യൂ ന്യൂമറിക്കൽ മെഷേഴ്സ്. ഹ്യൂജ് ഡാറ്റ നമുക്ക് ഓർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഹ്യൂജ് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ സാധിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മാർക്ക് ഓർമ്മിച്ച് വെക്കാൻ ഒരു ടീച്ചർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുകയാണ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിലെ ആ കുട്ടികളുടെ പെർഫോമൻസ് ആ സബ്ജക്റ്റിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ആ ടീച്ചർക്ക് സാധിക്കും. അതേപോലെ ഇൻകം ഓഫ് ഓൾ ദ പീപ്പിൾ ഇൻ എ ഡിസ്ട്രിക്റ്റ്, അത് ഓർമ്മിച്ച് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം ആവറേജ് ഇൻകം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഓർമ്മിച്ച് വെക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മാസ് ഡാറ്റയെ കണ്ടൻസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ
ഫൈൻഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എക്സാമ്പിളിലൂടെ നമുക്ക് പരിശോധിക്കാം. പ്രൈസ് ഇൻക്രീസ് ചെയ്ത ഡിമാൻഡിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നറിയാൻ എക്കണോമിസ്റ്റിന് താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷനിൽ എന്ത് മാറ്റം വരുന്നു, അതും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രൈസ് ലെവലിൽ എന്ത് മാറ്റം വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ഓർ ഫോർകാസ്റ്റിംഗ്. ഇവിടെ പ്രെഡിക്റ്റിംഗ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്കണോമിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റിന് ഫ്യൂച്ചറിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അസസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. ഫോർ എക്സാമ്പിൾ, പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനലൈസ് ചെയ്താൽ ഭാവിയിൽ പ്രൈസിൽ എന്ത് മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ എക്കണോമിസ്റ്റിന് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ സാധിക്കും. എക്കണോമിക്സ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ ഇത്തരം പ്രെഡിക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എക്കണോമിക് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സിൽ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് പാരഗ്രാഫ് ആയിട്ടാണ്. ഓരോ പാരഗ്രാഫിലും ഓരോ പോയിന്റുകളുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പോയിന്റ് ആക്കി എഴുതി അണ്ടർലൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മാർക്ക് കിട്ടാൻ അതാണ് കൂടുതൽ നല്ലത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷനും ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്ന ടോപ്പിക്സ് ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടും കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ഗൂഗിൾ ഫോമിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അത് റെഫർ ചെയ്യണം. ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇതോടെ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.